നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 26 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം. ചിന്താശേഷി വർദ്ധിക്കുന്ന ദിവസമാണിത്. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ താല്പര്യം കാണിക്കും. ശത്രുദോഷങ്ങൾ അകലുകയും നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. ഇഷ്ടഭക്ഷണം കഴിക്കാൻ അവസരം ഉണ്ടാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. മാനസികമായ സമ്മർദ്ദമോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടേക്കാം. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സർക്കാർ ജോലി ഉള്ളവർക്ക് സ്ഥാനക്കയറ്റത്തോടു കൂടിയ സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കും. സമൂഹത്തിൽ കീർത്തി വർദ്ധിക്കാനും ദാമ്പത്യ സുഖം അനുഭവിക്കാനും ഈ ദിവസം ഇടയാക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സങ്കീർണമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങൾ തമ്മിലോ സഹോദരങ്ങൾ തമ്മിലോ നിസ്സാര കാര്യങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സംയമനം പാലിക്കുന്നത് വഴി അനാവശ്യ തർക്കങ്ങൾക്ക് ഒഴിവാക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സമ്പത്തും പ്രശസ്തിയും തേടിയെത്തുന്ന കാലമാണിത്. വിശേഷപ്പെട്ട സമ്മാനങ്ങളോ ആഭരണങ്ങളോ ലഭിക്കാൻ യോഗമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതി വർദ്ധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒത്തുചേരാൻ അനുകൂലമായ സാഹചര്യമുണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉയർന്ന പദവികൾ അലങ്കരിക്കാൻ അവസരം ലഭിക്കുന്ന ശുഭദിനമാണിത്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും ഈശ്വര അനുഗ്രഹം നേടാനും സാധിക്കും. പുതിയ വീട്, വാഹനഭാഗ്യം, ഭൂമി ലാഭം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായി ഭവിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകാതെ നോക്കണം. പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജാഗ്രത വേണം. വ്യാപാര രംഗത്ത് ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബാംഗങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സമാധാനം കളഞ്ഞേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ബാങ്ക് ലോണുകളുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം. ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയുന്ന ദിവസമാണിത്. ബന്ധുക്കളിൽ നിന്ന് ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആഭരണങ്ങൾ വാങ്ങാനും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിർത്താനും സാധിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് വലിയ പുരോഗതി ദൃശ്യമാകും. ആകർഷകമായ അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. അപവാദങ്ങൾ നിഷ്ഫലമാകുകയും കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും നിലനിൽക്കുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ പരിചയങ്ങൾ വഴി ധനനഷ്ടമോ മാനഹാനിയോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഓരോ നീക്കത്തിലും ജാഗ്രത പുലർത്തുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വരവിനേക്കാൾ കൂടുതൽ അനാവശ്യ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അപമാനകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക കരുതൽ ആവശ്യമാണ്. ജ്യോതിഷ സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.